ഹലോ മക്കളെ, അഖില മിസ് ആണേ. നമുക്കൊരു കഥ കേട്ടാലോ? ഒരു ദിവസം ഒരു അച്ഛനും മകനും കൂടെ കടൽ കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ അച്ഛൻ മകന് വേണ്ടിയിട്ട് ഒരു പട്ടം മേടിച്ചു കൊടുത്തു. അപ്പൊ മകന് ഭയങ്കര സന്തോഷമായി. ഇവൻ ഈ പട്ടം പിടിച്ചുകൊണ്ട് അതിന്റെ നൂലിൽ പിടിച്ചുകൊണ്ട് പട്ടം ഇങ്ങനെ പറത്തി കളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവനൊരു ചെറിയ സംശയം തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പട്ടം ഇങ്ങനെ ഉയരത്തിൽ പാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ ഈ നൂലുള്ളത് കൊണ്ടാണ് പട്ടത്തിന് അതിനേക്കാൾ ഉയരത്തിലേക്ക് പറക്കാൻ പറ്റാത്തത് എന്ന് ഈ കുട്ടി വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് പതുക്കെ പതുക്കെ ഇവൻ ഈ നൂലിലുള്ള പിടി വിടാനായിട്ട് തുടങ്ങി. അങ്ങനെ പട്ടം എന്ത് ചെയ്തു, ഇവൻ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ ഉയരത്തിലേക്ക് പറക്കാനായിട്ട് തുടങ്ങി. ഭയങ്കര സന്തോഷമായി അവന്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇവൻ വിചാരിച്ചതൊക്കെ തെറ്റിച്ചുകൊണ്ട് പട്ടം എന്ത് ചെയ്തു, മുമ്പിൽ കാണുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് പയ്യെ താഴാനായിട്ട് തുടങ്ങി. ഇവൻ ആകെ വിഷമായി. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനോട് ചോദിച്ചു, അതെന്താ അച്ഛാ നൂല് വിട്ടിട്ടും പട്ടം ഇങ്ങനെ ഉയരത്തിൽ പോകുന്നതിന് പകരം താഴേക്ക് പതിച്ചതെന്ന്. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ, നമ്മുടെ പട്ടത്തിന് ഇങ്ങനെ ഉയരത്തിൽ പറന്നു പോകാനായിട്ട് പറ്റിയത് ഈ നൂലിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അതായത് നമ്മുടെ കാറ്റിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് പട്ടം ഇങ്ങനെ പറക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ആ നൂല് തന്നെയാണ്. അപ്പൊ മകൻ ഈ നൂലിന്റെ പിടി വിട്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ പട്ടത്തിന്റെ സപ്പോർട്ടാണ് നഷ്ടപ്പെടുത്തിയത് അല്ലെ. അതുകൊണ്ടാണ് പട്ടം എന്ത് ചെയ്തത്, നേരെ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങിയത്. അപ്പൊ നമ്മുടെ കാര്യവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. മക്കൾ ആലോചിച്ച് നോക്കിയേ, മക്കൾക്ക് ഇതാ എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുറ്റുപാടും ഒരുപാട് കൈത്താങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഈ സപ്പോർട്ടൊക്കെ കിട്ടിക്കൊണ്ടാണ് വളർന്ന് വളർന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ ഒന്നും കിട്ടാത്ത ഒരുപാട് ആളുകളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരും ഈ പറയുന്ന രീതിയിൽ അവരുടെ ലൈഫ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാവിയിൽ നമ്മൾ എവിടെ എത്തിച്ചേരുവാണെങ്കിലും ശരി, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദാ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റുപാടും ദാ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദാ നമ്മുടെ സൈലത്തിന്റെ മുഴുവൻ ടീമും നിങ്ങളെ കൂടെയുണ്ട്. അപ്പൊ കളിയും ചിരിയും പഠനവും ഒക്കെ ആയിട്ട് ഈ ഒരു വർഷം നമുക്ക് അടിച്ചു പൊളിക്കാടാ. ബൈ.